ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു സൂൺ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 years കഴിയുമ്പോഴേക്കും ഒരു പുസ്തകം എഴുതാൻ നിങ്ങൾ ChatGPT-നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകൾ റീഡിങ്ങിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള റീഡിങ് എൻഡായി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ പറയാണ്, ഞങ്ങളുടെ കാലവും മാറും. ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരു ChatGPT-ൻ്റെ അടുത്ത് ഇന്നതാണ് എൻ്റെ പ്ലോട്ട്, ഇന്ന് സ്ഥലം നടക്കുന്നത് കേരളത്തിലാണ്, എനിക്ക് ഇന്നൊരു സ്റ്റോറി ലൈൻ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നമുക്ക് തരും. ഇപ്പം ഞാൻ ഈ റീസെൻ്റ്ലി വായിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബുക്ക്, ഒരുപാട് ടോപ്പ് സെൽ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ബുക്കിൽ അവർ ഈ ക്രെഡിറ്റിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ടു ChatGPT എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലം മാറുവാണ്. അപ്പം നിങ്ങൾ ഏതൊരു പ്രൊഫഷനാണ് എന്താണെങ്കിലും പുതിയ രീതികളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വായന മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എല്ലാ റീഡിംഗ് ഡേയ്സിലും ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യും. അതിനപ്പുറം ഈ വായന ഗ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു അബ്സല്യൂട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും വായിക്കാൻ പോണില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ വായന ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. റീഡ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ റീഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് പാളയം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ബുക്ക് സ്ട്രീറ്റ് ഉണ്ട്. ഞാൻ പോയ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ ബുക്ക് വായിക്കുന്നുണ്ട്, പക്ഷെ അവർ വായിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ബിക്കോസ് മലയാളം അവർക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ മലയാളം പോലും ബേസിക് ആയിട്ട് അറിയാത്തൊരു സൊസൈറ്റിയുടെ അടുത്തേക്ക് നമ്മൾ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു സ്റ്റോറി കൊടുത്ത് അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് ഒരു സ്റ്റാർട്ടറാണ്. ഓക്കെ, ഇത് വായിച്ചവർ തുടങ്ങട്ടെ. അപ്പം ഇങ്ങനെയാണ് റീഡിങ്, ഇങ്ങനെയും പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരതിലോട്ട് വരും എന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു.